ഹലോ എവരിവൺ. യെസ്, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. May 3-ന് 2026 May 3-ന് നടന്നിട്ടുള്ള നമ്മുടെ നീറ്റ് എക്സാം ഇവിടെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓൾറെഡി നിങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർ ഓൾറെഡി ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു എക്സാം നീറ്റ് എക്സാം ഇവിടെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് വന്നതിനെ തുടർന്നാണ് ഈ ഒരു എക്സാം നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികളല്ലേ, 22 ലക്ഷത്തിൽ പരം കുട്ടികളാണ് ഈ ഒരു എക്സാം എഴുതിയിട്ടുള്ളത്, നീറ്റ് 2026 എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടികൾക്ക് എല്ലാവർക്കും, ഒരുപാട് പേർക്ക്, ഒരുപാട് വർഷത്തെ, ഒരുപാട് ലക്ഷക്കണക്കിന് പൈസ കൊടുത്ത് പഠിച്ചിട്ടുള്ള മക്കളുടെ ഒരു കഷ്ടപ്പാടാണ് ആക്ച്വലി ഇവിടെ ഒരു അനിശ്ചിതത്തിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾ അത്രയും ടെൻസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും വിഷമത്തിലായിരിക്കും. മിസ്സിന് അറിയാം നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്നുള്ളതെല്ലാം മിസ്സിന്, നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് മിസ്സിന് അറിയാം. അപ്പോൾ ഇത്രയും നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ എഴുതി എക്സാമിലേക്ക് എത്തി, എക്സാം എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ന്യൂസ് വരുന്നതും അതിനെ തുടർന്ന് നമ്മുടെ എക്സാം ഇവിടെ ക്യാൻസൽ ചെയ്യുന്നതും. ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീറ്റ് അല്ലേ, ഈ നമ്മൾ നടത്തിയിട്ടുള്ള 2026 May 3-ന് നടത്തിയിട്ടുള്ള ഈ നീറ്റ് എക്സാം എഗെയിൻ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്, വീണ്ടും നടത്താനായിട്ട് പോവാണ്. നീറ്റ് എക്സാം ഓൾറെഡി നിങ്ങൾക്ക് എന്തായാലും വരും എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളിങ്ങനെ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, യെസ് വെൻ അല്ലേ, എപ്പോഴാണ് നീറ്റ് എക്സാം നടക്കുന്നത്, എപ്പോഴാണ് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം മാക്സിമം മിസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു വിത്തിൻ 2 months ഉള്ളിൽ നിങ്ങൾക്ക് ഈ എക്സാം എഗെയിൻ നടത്തുന്നുണ്ടായിരിക്കും. നീറ്റ് എക്സാം എന്താണ് 2 months എഗെയിൻ നീറ്റ് എക്സാം വരുന്നുണ്ടായിരിക്കും. അത് എപ്പോഴാണ്, ഏതാണ് കറക്റ്റ് ഡേറ്റ് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. 2 മാസത്തിനുള്ളിൽ എന്തായാലും എക്സാം നടക്കുമെന്നുള്ളത് തന്നെ നിങ്ങൾ ഉറപ്പിച്ചോളൂ. ആ ഒരു മൈൻഡോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ മിസ്സിനറിയാം നിങ്ങൾ ഓൾറെഡി വിഷമത്തിലായിരിക്കും, ഇതിന് എന്താ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക, എപ്പോഴാണ് ഇതെല്ലാം പഠിച്ചു തുടങ്ങുക എന്നുള്ള ടെൻഷനിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ബട്ട് എന്ത് ചെയ്യാം, മാക്സിമം നമ്മുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓൾറെഡി നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞു, ഇനി അത് വെച്ചിട്ട് ഞാൻ വീണ്ടും പഠിച്ച് തുടങ്ങണം എന്നുള്ള ഒരു മൈൻഡിലേക്ക് നിങ്ങൾക്ക് എത്തിക്കോളൂ. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇങ്ങനൊരു എക്സാം എഗെയിൻ നടത്താൻ പോവുക എന്നുള്ള സംഭവം വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെയാണെന്നുള്ളൊരു റിയാലിറ്റി എൻ്റെ മക്കളെ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വീണ്ടും കൂടുതൽ കോൺഫിഡൻസോട് കൂടി തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക കേട്ടോ. എക്സാം സ്റ്റാർട്ട് ചെയ്യുക, എഗെയിൻ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് കൂടുതൽ കോൺഫിഡൻസോട് കൂടി തന്നെ ഇതിലും ഇപ്പോൾ എഴുതിയിട്ടുള്ള എക്സാമിനെക്കാട്ടും ബെറ്റർ ആയിട്ട് തന്നെ ഞാൻ പെർഫോം ചെയ്യും എന്നുള്ള കോൺഫിഡൻസോട് കൂടി തന്നെ എൻ്റെ മക്കൾ പഠിച്ചു തുടങ്ങുക. ഓൾറെഡി നമ്മുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വരുന്ന എക്സാമിനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾ ജെനുവിനായിട്ട് പഠിച്ച് എഴുതിയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ എക്സാമിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് വിചാരിച്ചോളൂ. ഇപ്പോൾ 2 മാസത്തിനുള്ളിൽ എഗെയിൻ നമ്മുടെ എക്സാം വരും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയിട്ട് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും പഠിച്ചു തുടങ്ങുക, വീണ്ടും നിങ്ങളുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തോട്ട് വീണ്ടും മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മക്കൾ തുടർന്നുകൊണ്ടിരുന്നോളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു നിങ്ങൾ എപ്പോഴാണ് എന്നാണ് എന്നുള്ള ഡേറ്റ് നമുക്കിപ്പോൾ ആക്ച്വലി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കമ്മിങ് ഡേയ്സിൽ എന്തായാലും അത് നമ്മുടെ NTA സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആ അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നതായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ എക്സാം മുന്നിലുണ്ട് എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു വിഷമം ഉണ്ടായിരിക്കും, ടെൻഷൻ ഉണ്ടായിരിക്കും, മിസ്സിന് അറിയാം, നിങ്ങൾ ഓൾറെഡി ഡെസ്പ് ആയിരിക്കും എന്നുള്ളത് അറിയാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുക, റിയാലിറ്റിയിലേക്ക് നമ്മൾ വരിക. ഇതെന്തായാലും നമ്മൾ എഴുതിയേ പറ്റൂ, നമുക്ക് ചെയ്തേ പറ്റൂ, നമുക്ക് വേണം. നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള സംഭവം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്, അത് ക്യാൻസലായി എന്നുള്ളത് തന്നെ നിങ്ങൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എന്ത് ചെയ്യുക, ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് എൻ്റെ മക്കൾ കയറുക. എന്നിട്ട് അഗെയിൻ കോൺഫിഡൻസോട് കൂടി തന്നെ അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് ഇനി വരുന്ന എക്സാമിന് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നേരിടുക എന്നുള്ളൊരു മൈൻഡിലേക്ക് എൻ്റെ മക്കൾ എത്തുക. ഓക്കെ, യെസ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഒരു 2 മാസത്തിനുള്ളിൽ നമ്മുടെ എക്സാം വരും എന്നുള്ള എക്സ്പെക്ടേഷനിൽ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഇൻപുട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, യെസ്. ഓക്കെ, താങ്ക് യു.